ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അധ്യാത്മരാമായണത്തിലെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. എപ്പോഴും അധ്യാത്മരാമായണം വായിക്കുമ്പോൾ മുന്നേ തന്നെ കണ്ടിരുന്നു, ഉൾക്കാമ്പിൽ കണ്ടു, അങ്ങനെയുള്ള ചില പദങ്ങൾ ആവർത്തിച്ച് പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഇന്ന് പുത്രലാഭ ആലോചനയാണ്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് പുണർദം നക്ഷത്രത്തിലാണ്. ഭരതൻ ജനിച്ചത് പൂയം നക്ഷത്രത്തിലാണ്. അത് ഒരു കാരണമുണ്ട്. പുത്രന്മാരില്ലായികയാൽ എനിക്ക് രാജ്യാദി സമ്പത്തും എല്ലാം ഇന്ന് ദുഃഖപ്രദം എന്ന് ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയെ കണ്ട് ബോധിപ്പിക്കുന്ന ഭാഗം അത് വളരെ ശ്രദ്ധേയമാണ്. എല്ലാം ഉള്ള അയോധ്യയിൽ അവിടെ എന്തിനാണ് പിന്നെ ഇത്ര കഴിവുള്ള ആൾ, ഒരു ജ്യോതിഷം കൂടി അറിയാവുന്ന ഋഷീശ്വരനായ ആ വസിഷ്ഠ മഹർഷിയെ കാണാൻ പോകുന്ന ഭാഗമുണ്ട്. ഭാര്യമാരോടൊത്ത്, മന്ത്രികളോടൊത്ത് നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്യണം, പുത്രന്മാരില്ലായികയാൽ എനിക്ക് രാജ്യാദി സമ്പത്തും സർവതും ദുഃഖപ്രദം എന്നറിഞ്ഞാലും. അപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ വസിഷ്ഠ മഹർഷി, ജ്യോതിഷ ആചാര്യൻ കൂടിയായ വസിഷ്ഠ മഹർഷി അപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. കാര്യങ്ങളെല്ലാം മുന്നേ തന്നെ ഉൾക്കാമ്പിൽ കണ്ടിരുന്നു ദശരഥ മഹാരാജാവ് ഇങ്ങനെ വരുന്നതായിട്ടും, അതുപോലെ തന്നെ പുത്രന്മാരുണ്ടാകുന്നതായിട്ടും ഒക്കെ. നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസീ നരപതിയും വൈകാതെ വരുത്തേണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. അങ്ങനെ പുത്രന്മാരുണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. അതിന് മുൻപായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഒന്നാമതായിട്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്യണം. ഏത് കാര്യവും ചെയ്യുന്നതിന് മുൻപ് അങ്ങനെയാണ്. ഉത്തമ കുടുംബജീവിതത്തിന് മുമ്പ് വിവാഹം കഴിക്കുക, ആചാരപ്രകാരം വിവാഹം കഴിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അങ്ങനെ ചെയ്ത് വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ ആണ് അതിനൊരു കൂടുതൽ മെച്ചം ഉണ്ടാകുക, ഗുണമുണ്ടാകുക എന്ന് പറയുന്നത് പോലെ ഏത് കാര്യങ്ങൾക്കും മുന്നോടിയായിട്ട് ചില സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ദാനധർമാദികളൊക്കെ അനിവാര്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇല്ലാത്തത്, കുറഞ്ഞു വരുന്നത് ഒക്കെ അത് തന്നെയാണ്. അങ്ങനെ യാഗാദി കർമ്മങ്ങളും ചെയ്ത് ആണ് ഒന്നുകൂടി അയോധ്യയെ പവിത്രീകരിച്ച് ആ ഹോമാഗ്നിയിൽ നിന്ന് പായസം, പ്രത്യേകമായ ഔഷധക്കൂട്ട് ചേർന്ന പായസം ഉയർന്നു വരികയും അത് ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യമാർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നൽകിക്കഴിഞ്ഞ ആ ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാരായ കൈകേയിയും കൗസല്യയും ഒക്കെ പുത്രന്മാർക്ക് ജന്മം നൽകി. ശ്രീരാമൻ ജനിക്കുമ്പോൾ ആ ജനനത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഗ്രഹങ്ങൾ ആ സമയത്ത് നിന്നിരുന്നത്? ഗോചര ശ്രീരാമന്റെ ജനന സമയത്ത് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന അവസരത്തിലാണ് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ ഭൂജാതനായത്. ഓരോ ഗ്രഹങ്ങൾക്കും ഉച്ചം, നീചം, മൂലത്രികോണം
സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, മിത്രക്ഷേത്രം, ശത്രുക്ഷേത്രം എന്നൊക്കെയുണ്ട്. ഒരു ഗ്രഹത്തിന് ഏറ്റവും ബലം ഉള്ള സന്ദർഭമാണ് ഉച്ചക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലം. 5 ഗ്രഹങ്ങൾ ഉച്ചരാശിയിൽ നിൽക്കുന്നു. അത് ഏതൊക്കെയാണെന്നും ഈ അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. 50 പ്രാവശ്യം രാമായണം വായിച്ചവർ പോലും ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നവരുമുണ്ട്. ഇത് രാമായണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ, അതായത് കർക്കടകം രാശിയിൽ അത്യുച്ചസ്ഥിതനായിട്ട് ബൃഹസ്പതി, വ്യാഴം സ്ഥിതി ചെയ്യുന്നു. നക്ഷത്രം പുനർവസു. പുനർവസു എന്ന് പറയുമ്പോൾ പുണർന്ന നക്ഷത്രമാണ്. നവമി തിഥിയിലാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത്. നക്ഷത്രം പുനർവസു, നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. ബൃഹസ്പതി ഉച്ചത്തിൽ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ബൃഹസ്പതിയോടുകൂടി പുനർവസു നക്ഷത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കർക്കിടകം രാശിയിൽ പുണർന്ന നക്ഷത്രം 4ാം പാദമായിട്ടാണ് ജനിക്കുന്നത്. 1, 2, 3 പാദങ്ങളാണെങ്കിൽ അത് മിഥുനം രാശിയായി പോയെ. അത് ചന്ദ്രന് സ്വക്ഷേത്രവും ബൃഹസ്പതി വ്യാഴത്തിന് ഉച്ചക്ഷേത്രവും. അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കിടകം. ഉദയം രാശി കർക്കിടകമാണ്, ലഗ്നം കർക്കിടകമാണ് ആ ജനിച്ച സമയത്തെ ഉദ്ദേശിച്ച് നോക്കുമ്പോൾ. അതുപോലെ അത്യുച്ചസ്ഥിതനായിട്ട് അർക്കനുമുണ്ട്. അർക്കൻ ഉച്ചസ്ഥിതനാകുന്നത് മേടം രാശിയിലാണ്. അർക്കജൻ തുലാത്തിലും. അതെ, അർക്കജൻ തുലാത്തിൽ. അർക്കൻ സൂര്യൻ. അർക്കജൻ സൂര്യൻ്റെ പുത്രൻ. സൂര്യൻ്റെ പുത്രനാണ് ശനി. ആ ശനിയുടെ ഉച്ചം രാശിയാണ് തുലാം രാശി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കജനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. ഭാർഗവൻ, ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം മീനം രാശിയിലാണ് ഉച്ചം. അങ്ങനെ മീനം രാശിയിൽ ഭാർഗവൻ, ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ. വക്രനും ഉച്ചസ്ഥിതനായിട്ടാണ് നിൽക്കുന്നത്. അത് മകരം രാശി തന്നിലാണ്. മകരം രാശി വക്രൻ, അത് ചൊവ്വായ്ക്ക് ഉച്ചം രാശിയാണ്. മകരം രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും, പെറ്റിതു കൈകേകിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. അങ്ങനെ പവിത്രമായ ആ ഒരു ശ്രീരാമചന്ദ്രൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഒക്കെ ജനനം. 4 പുത്രന്മാരാണ് ഉണ്ടായത്. അവരുടെ നക്ഷത്രവും മറ്റും വിശദ വിവരങ്ങളും അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ അനവധി ജ്യോതിഷ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളും ദൈനംദിന ജീവിതത്തിൽ ആധുനിക കാലഘട്ടത്തിൽ പോലും നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ജ്യോതിഷം കൂടുതലായിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ പുരാണങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളുമൊക്കെ പാരായണം ചെയ്യുകയും അതിന് അറിവുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുകയും വേണം.